വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സർവൈവൽ സീരീസ് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും പറഞ്ഞു വെക്കാതെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കെന്തായാലും പോയിട്ട് നമ്മുടെ ഫസ്റ്റത്തെ വുഡ് എടുത്തേച്ചും വരാം. അപ്പോൾ വുഡ് മൈനിങ്ങിന് നമുക്കെന്തായാലും പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വുഡ്. അപ്പോൾ ഫസ്റ്റത്തെ വുഡ് നമുക്ക് എന്തായാലും മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഫുള്ളും എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യത്തിനായിട്ടുള്ള വുഡായിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റോൺ ഒപ്പിക്കണം. അപ്പോൾ നമുക്കൊരു ടെമ്പററി ബേസ് ആയിട്ട് ഇതായി ഗുഹ എടുക്കാം. ഇതിൻ്റെ അകത്ത് വേറെ മോബ്സ് ഉണ്ട്. വേണ്ടിയിട്ടുണ്ട്. അയ്യോ അയ്യോ, ചാവ് 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 ചാവ്. ഞാൻ ചാവും ഇങ്ങനെ പറഞ്ഞ്. അയ്യോ അയ്യോ അയ്യോ, എൻ്റെ കുട്ടി. ഓ, എന്തത് സാർമരല്ലാത്തത്. അയ്യോ, ഇതവിടെ അത് ഇതിൻ്റെ മണ്ടേ കയറി. ചത്ത്. ഓക്കെ ഗൈസ്, നമുക്ക് തുടക്കം തന്നെ നല്ലൊരു തുടക്കമായതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ചത്തിട്ടുണ്ട്. ഓക്കെ, ചാവ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ സ്പൈഡറിനെ കൊന്നു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഗുഹയിൽ തന്നെ പോകാം. ഗുഹയിൽ വേറെ എന്തെങ്കിലും മോബ്സ് ഉണ്ടോ? അതുകൊണ്ട് ഇവിടെ എനിക്ക് ബേസ് വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സീന വരുന്നു. അണ്ണാ, ഞാൻ പാവമാണ് അണ്ണാ. മിക്കവാറും ഞാനിപ്പോൾ ഇവിടെ ചാവാനാണ് ചാൻസ്. അപ്പോൾ നമുക്കെന്തായാലും ആദ്യം തന്നെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളായി. ഇനി നമുക്ക് അത് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റോണിൻ്റെ ടൂൾസും ഇതും പെട്ടെന്നാകാം. ഇനി കുറച്ച് സ്റ്റോണിലോട്ട് വേണം. ആദ്യം സ്റ്റോണിൻ്റെ ഒരു സോഡ് ഉണ്ടാക്കിയിട്ട് അവനെ തന്നെ കൊല്ലണം. ഇനി ഒരു പിക്കാക്സ്, ഒരു ആക്സ്. ഓക്കെ, ഇനി നമുക്ക് അവനെ പോയിട്ട് കൊല്ലാം. എൻ്റെ സാധനങ്ങൾ എടുക്കുവേ. എന്താ അവിടെ ഉണ്ടിട്ടാവൻ ഗൈസ്. അവൻ ഗുഹയിലോട്ട് കയറിപ്പോയി. എന്നെ പേടിച്ചിട്ടാണ്. വാ, ഇത് എനിക്ക് ഇവനെ കൊല്ലാൻ പറ്റുന്നില്ല. എന്താ ഗൈസ്, ഞാനൊരുത്തനെ കൊല്ലാൻ ഇത്ര നേരം. നമുക്കെന്തായാലും അവൻ്റെ ഹെൽമെറ്റ് കിട്ടി. അതെന്തായാലും ഇരിക്കട്ടെ. സ്പൈഡറായി. നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് കുഴിച്ചു പോവാം. ഇങ്ങോട്ടേക്ക് കുഴിച്ചിട്ടൊരു ചെറിയൊരു ഷെൽട്ടർ മാതിരി സെറ്റ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഡോർ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടി വുഡ് വേണം. നമുക്കൊരു ഡോറ് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, 3 ഡോറ് കിട്ടി. നമുക്ക് ഇവിടെ ഡോർ അങ്ങോട്ട് പ്ലേസ് ചെയ്യാം. നമുക്കിനി ബെഡാണ് വേണ്ടത്. അതിന് മുന്നേ ഒരു ചെസ്റ്റും കൂടി ക്രാഫ്റ്റ് ചെയ്യാം.
ഓക്കെ, ഒരു ചെസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ചെസ്റ്റും കൂടി ഇവിടെ വയ്ക്കും. ചെസ്റ്റും കൂടി ഇവിടെ അങ്ങോട്ട് വെച്ചേക്കാം. ഒപ്പം തന്നെ നമുക്കൊരു ഫർണസും ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, ഇപ്പം തന്നെ രാത്രി ആവാറായി. നമുക്ക് എന്തായാലും ബെഡില്ല, അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് അടിയിലേക്കൊരു സ്റ്റെയർ കേസ് ഉണ്ടാക്കാം. പുള്ളി നമ്മുടെ പിക്കാക്സ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിരിച്ച് മേളിൽ കയറി പോയിട്ട് വേറൊരു പിക്കാക്സ് ഉണ്ടാക്കി വെച്ചും വരാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഒരു ഗുഹയിലെത്തിയിട്ടുണ്ട്. നമുക്ക് നൈസിൽ എന്തായാലും ഗുഹയിലേക്ക് കടക്കാം. എന്താ അവിടെ പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. അത് മിക്കവാറും ലഷ് കേവ് ആയിരിക്കണം ഗൈസ്. മിക്കവാറും എൻ്റെ മരണം ഇവിടെ വെച്ചായിരിക്കണം. അതുകൊണ്ടേക്കണം ഗൈസ്, വരുന്നു. ചവ്. ഓക്കെ, ചത്തിട്ടുണ്ട്. ഞാൻ ഈ ചാടി അടിക്കാനുള്ള സ്ട്രാറ്റജിയാണ് ഗൈസ് നോക്കുന്നത്. അയൺ കിട്ടിയാൽ ഞാൻ പൊക്കോളാം. നല്ലൊരു ലഷ് കേവ് ഗൈസ്. അതാ ഗൈസ്, അയനുണ്ട്. അതേപോലെ തന്നെ അവിടെ എന്തെങ്കിലും വേണം ഗൈസ്. നമുക്ക് എന്തായാലും നൈസിൽ നമ്മുടെ ഈ അയണൊക്കെ മൈൻ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടുത്തെ അയൺ ഫുള്ളുമായി. ഇവിടെ അയൺ വല്ലതും ഉണ്ടോ? ഇല്ല ഗൈസ്, ഇവിടെ ഇനി ബാക്കിയായിട്ട് ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഞാൻ അങ്ങോട്ട് പോകണോ? അത് അതാ ഗൈസ്, അവിടെ അയനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ച് കോളും കൂടി കിട്ടിയിട്ടുണ്ട്. കോള് നമുക്കില്ലാണ്ടിരിക്കുമായിരുന്നു ഗൈസ്. നമ്മൾ വേറൊരു ലഷ് കേവിലെത്തി. അതേപോലെ തന്നെ നമുക്ക് നല്ല അയണും ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ അയണും കൂടി മൈൻ ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, ഇതിൻ്റെ അടിയിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് ഇവിടുത്തെ അയണെല്ലാം മൈൻ ചെയ്തെടുക്കാം. അങ്ങോട്ടേക്ക് ഇരട്ടാണ് എനിക്ക് ഇരട്ട പേടിയ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ബാക്കിയുള്ളത് മൈൻ ചെയ്തിട്ട് പോവാം. ഇവിടെ ഇനി വേറെ അയണില്ല. 23 അയണായി. അവിടെ ഇനി 2 അയണുണ്ട് ബാക്കി. ഓക്കെ ഗൈസ്, ഇവിടെ അതാ വരുന്നു അമ്മ. പോ അല്ലെങ്കിൽ അവൻ വരട്ടെ ഗൈസ്. ബാ. ഓക്കെ, സൗണ്ട് കേട്ട് ബാക്കിയുള്ളവന്മാർ വരുന്നതിന് മുന്നേ ഇതല്ല കൂടെ എടുത്തിട്ട് പോവാ ഗൈസ്. ഓക്കെ ഗൈസ്, ഫുള്ളാകാനായിട്ടുണ്ട്. ഇത് തിരിച്ചു പോവാ. എനിക്കിവിടെ നിൽക്കാൻ പേടിയാ ഗൈസ്. It was at this moment that he knew he fucked up. അതാ വരുത്. എൻ്റെ അമ്മ, എനിക്ക് ഇവരെയാണ് പേടി. പോടാ. ഓ, ഈ വെയിൻസ്. പോടാ. രണ്ടെണ്ണം വന്നു. എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അയ്യോ, എൻ്റെ അയണെല്ലാം പോയേ. ഞാൻ കഷ്ടപ്പെട്ട് 23 അയൺ. അയ്യോ, എൻ്റെ അയണെല്ലാം പോയി ഗൈസ്.
മിക്കവാറും ഞാൻ അവിടെ പോകുമ്പോൾ ചാവാൻ തന്നെയാണ് സാധ്യത. ഓക്കെ, ഇങ്ങോട്ടല്ലേ? അത് ഇങ്ങോട്ടാണ്. എന്നാണോ എൻ്റെ പൊന്നോ, ഇത് എത്ര എണ്ണ? അയ്യോ, എന്തായാലും പോയിട്ടില്ല. നോക്കത് എല്ലാം എൻ്റെ നെഞ്ചത്തോട്ട് കയറി. അയ്യോ, എൻ്റെ സാധനങ്ങളൊന്നും എടുക്കല്ല് ഗൈസ്. ഞാനിനി എന്ത് ചെയ്യും ഗൈസ്? എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അവന്മാർ അവിടെ തന്നെ ഉണ്ട്. ഓ ഗൈസ്, അല്ലാണോ പോയി? അല്ല, എൻ്റെ പിന്നെ നോക്ക്, പെട്ടെന്ന് കയറിക്കുക. അവന്മാർ വരുന്നതിന് മുന്നേ പോകണം. അവിടെ എൻ്റെ വഴി. അങ്ങനെ രക്ഷപ്പെട്ടു ഗൈസ്. നമ്മൾ ഭയം ചെയ്ത സാധനങ്ങളൊന്നും പോയില്ല എന്ന് പറയാൻ വരാൻ പറ്റില്ല, കാരണം ഇവിടെ ഇപ്പോഴും ക്രീപ്പറും പെരിച്ചാഴ്ചയൊക്കെ ഉണ്ട്. ഓ, താഴോട്ട് വീഴല്ലേ മക്കളെ. ഇങ്ങോട്ടാണോ എൻ്റെ വഴി? ഇങ്ങോട്ട്. ഇനി ഞാൻ പോയ നേരം കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും സ്പോണായ ഇവരൊന്നുമില്ല. ഇനി തിരിച്ചു കയറിക്കുക. ഇവന്മാർ ഇവിടെ നിന്ന് അങ്ങനെ കയറി വന്നാൽ എൻ്റെ പണിയാവും, പ്രത്യേകിച്ച് ക്രീപ്പറൊക്കെ. ഞാൻ അടിയിൽ നിന്ന് കുറേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അത് കാരണം ഇത് പോണില്ല ഗൈസ്. ഇപ്പോൾ പോകും ഗൈസ്. ഇവൻ്റെ കയ്യിൽ പോകുന്നില്ല. ഇത് സ്ലാബ് തന്നെയല്ലേ? ജംഗിൾ സ്ലാബ് എടുക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു വരുന്നുണ്ട് ഗൈസ്. ഞാൻ അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. കാരണം നമുക്ക് ഇവിടെ ഒരു ഇത് വെച്ചേക്കാം. അപ്പോൾ അവന്മാർ കയറി വരില്ല. ഇത് ഗ്രാനൈറ്റ് സ്ലാബാണ് ഗൈസ്. ഇത് ഗ്രാനൈറ്റിൻ്റെ സ്ലാബാണ്. ഞാൻ ജംഗിൾ സ്ലാബാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഗ്രാനൈറ്റിൻ്റെ സ്ലാബായിരുന്നു. ഞാൻ ജംഗിൾ സ്ലാബാണെന്നും പറഞ്ഞുകൊണ്ട് അതിനെ എടുത്ത് വയ്ക്കാൻ നോക്കി, അത് പോവോ? ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇതാവുന്നുണ്ട്. നമുക്ക് ആ നേരം കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. നമുക്ക് ഷീപ്പ് വേണം. ഷീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പോവും. ഇവന്മാരെ കൊണ്ട് വലിയ കഷ്ടമായി. ഇതാ ഗൈസ്, ഇവന്മാർ അത് ഗൈസ്. അവിടെ നിന്നൊക്കെ സൗണ്ട്. എടാ കൊച്ചി കയറാ. അവനാണ് സീൻ ഗൈസ്. ഇവിടുത്തെ വ്യൂ നോക്ക് ഗൈസ്, സെറ്റ് വ്യൂ ആണ്. ഗൈസ്, നമ്മൾ ഇത്രയും വന്നിട്ട് നമുക്ക് ഒരു ഒറ്റ ഷീപ്പിനെ പോലും കാണാൻ പറ്റിയില്ല. അതാണ് എൻ്റെ ലക്ക്. ഞാൻ താഴോട്ട് ഇറങ്ങുന്നില്ല. താഴോട്ട് ഇറങ്ങി ഇപ്പോൾ തന്നെ രാത്രിയായി, പിന്നെ തിരിച്ചു കയറാൻ പാടാം. ഞാൻ അവിടെ തന്നെ മരിച്ചു വീഴും. അതാ ഗൈസ്, ഇവിടെ കുറച്ച് അയണിരിക്കുന്നു. ഇവിടെ തയൻ നമുക്ക് എന്തായാലും എടുക്കാം. ഞാനിത് തലയിലിട്ടില്ല, ഇതിട്ടേക്കാം. ഒരാർമറെങ്കിലും ഇല്ലാണ്ട് ചത്ത അത് നടക്കാറില്ലേ ഗൈസ്. ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിലേറെ അയണായി. അവിടെ 30 തന്നെ സ്മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് കുറേ അയൺ കിട്ടി. ഓ ഗൈസ്, ഒരു ഗുഹ. അവിടെ ഒരു ഗുഹയുണ്ട്. ഗുഹയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എനിക്ക് പേടിയാണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. നമ്മുടെ ടൂൾസും കൂടി നമുക്കൊന്ന് അയണാക്കണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ വീഡിയോ എന്നറിയാം. അപ്പോൾ
അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ലെങ്ത്തുള്ള വീഡിയോ ആക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം. ടാറ്റ ബൈ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലെറ്റ്സ് പ്ലേൻ്റെ 2ാമത്തെ എപ്പിസോഡും ആയിട്ടാണ്. അപ്പോൾ അയ്യപ്പാ ഞാനെത്ര ചെയ്ത് ഒരു ഇതെന്ത് ഫ്രണ്ടിലോട്ട് നീങ്ങാത്തത്? ഒരു ഇൻട്രോ എടുക്കാനും കൂടി സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചാവും. ഇപ്പം എന്ത് ചെയ്യും? എൻ്റെ പൊന്നാരവിച്ച് എൻ്റെ പൊന്ന ഒരു ഇൻട്രോ എടുക്കാനും കൂടി സമ്മതിക്കില്ലേ ഈ സാമാനം? അല്ലെങ്കിൽ എനിക്ക് വിശന്നിട്ട് പോയി, ഞാനൊന്നും കഴിച്ചിട്ടില്ല. അയ്യോ, തിന്നാനിവിടെ ഒന്നുമില്ല. വാട്ടർമെലൺ, അത് ഈ വാട്ടർമെലൺ എടുത്ത് തിന്നാ. ഇത് കോഴിയല്ലോ. കോഴി ഇതിന് ഫീഡാക്കാൻ പറ്റുമോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് പോയി. അപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേൻ്റെ 2ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു പെറ്റ് വേണം, പിന്നെ നമുക്കൊരു വീടുണ്ടാക്കണം, പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കെന്തായാലും പറഞ്ഞേക്കാണ്ട് ആദ്യം വീഡിയോയിലേക്ക് തന്നെ പോവുക. അപ്പോൾ നമുക്കെന്തായാലും കുറച്ച് സെയിലെടുക്കാം. ഇവിടെ ഒരു സീഡില്ലേ? ഓക്കെ, നമുക്ക് വേണ്ടത്ര സീഡായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെറ്റിനെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ പെറ്റാരാന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഷോക്കിംഗ് ആൻഡ് ബോംബ്ലാസ്റ്റിക് ആവും. അപ്പോൾ പക്ഷേ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ നമുക്കെന്തായാലും പെറ്റിനെ കണ്ടുപിടിച്ചിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. എവിടെ നമ്മുടെ പെറ്റ് ഗൈസ്? പെറ്റിനെ കാണാനില്ല ഗൈസ്. പെറ്റിനെ കാണാനില്ല. അതുകൊണ്ടാ ഇരിക്കണ്. നമ്മൾ ഇവളെ തേടിയാണ് വന്നത്. അതെ, നമ്മുടെ മീനുക്കുട്ടിയെ തന്നെ. മീനുക്കുട്ടി, നിന്നെ ആരൊക്കെ ഉപദേശിച്ചാലും ഞാൻ നിന്നെ ഉപദേശിക്കില്ല. കാരണം ഞാൻ മീനുക്കുട്ടി ആൾ കേരള ഫാൻസ് അസോസിയേഷനിൽ നിന്നാണ് വരുന്നത്. എന്നാ മീനുക്കുട്ടി, ഇനി തൊട്ട് മീനുക്കുട്ടി നമ്മൾ ഫ്രണ്ട്സ്. സുധിയണ്ണനോട് പോകാൻ പറ. ആരില്ലെങ്കിലും നിനക്ക് ഞാനുണ്ട്. കാരണം ഞാൻ ഓൾ കേരള മീനുക്കുട്ടി അസോസിയേഷനിൽ നിന്നാണ് വരുന്നത്. മീനുക്കുട്ടി അവിടെ നീലക്കുട്ടനും വരും, ചുവപ്പ് കുട്ടനും വരും. പക്ഷേ മീനുക്കുട്ടീൻ്റെ അത്ര ആവില്ല, അല്ലേ മീനുക്കുട്ടി? ആണോ? അതെ. ഇത് കാണുന്ന സുധിയണ്ണൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഡ്രാഗനെ തോൽപ്പിച്ചപ്പോഴും മീനുക്കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ സുധിയണ്ണൻ KGF പോയപ്പോഴും മീൻകുട്ടി ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഡയലോഗൊന്നും കിട്ടുന്നില്ല. വീഡിയോ കഴിയുമ്പോൾ നല്ല പഞ്ച് ഡയലോഗ് കിട്ടും. മീൻകുട്ടി എന്തായാലും ഇനി തൊട്ട് നമ്മളാണ് മീൻകുട്ടി. സുധിയണ്ണൻ്റെ അടുത്ത് പോകാൻ പറ. നീലക്കുട്ടം കുറച്ച് നാൾ കഴിയുമ്പോൾ സുധിയണ്ണനെ താനെ തള്ളിക്കൊന്നോളും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റത്തെ ഗോള് ഭയങ്കര പെട്ടെന്ന് കഴിഞ്ഞു. വീഡിയോ തുടങ്ങി. അപ്പോൾ നമുക്കിനി വീഡിയോ വെക്കണം. അപ്പോൾ ഗൈസ്, വീടിൻ്റെ കാര്യം പറയുന്ന നേരത്തെ എൻ്റെ വീടെന്ന് പറയുന്നത് വളരെ ബോംബ്ലാസ്റ്റിക് ആൻഡ് ജയജാറ്റിക് ആയിരിക്കണം എന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. പോരാത്തതിന് ഞാൻ അതിന് കുറേയൊക്കെ പ്ലാൻ ഞാൻ 100 വർഷം
യൂട്യൂബിൽ കുത്തിപ്പിടിച്ച് ഞാനൊരു പ്ലാനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ മീനുക്കുട്ടി എങ്ങോട്ടാണ് പോണു? ഇതെൻ്റെ മീനുക്കുട്ടിയല്ലേ? അപ്പോൾ നമുക്കെന്തായാലും ഞാൻ നിങ്ങൾക്ക് ആ പ്ലാൻ പറഞ്ഞു തരാം. മീനുക്കുട്ടി കയറി. മീനുക്കുട്ടി കയറി. അപ്പോൾ ഗൈസ് പ്ലാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ ജംഗിൾ വുഡ് കണ്ടില്ലേ, ഇതൊരു 2-3 എണ്ണം അടുക്കി പ്ലേസ് ചെയ്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കണം. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് വെള്ളം ഒഴിച്ച് മേളിലോട്ട് ഇങ്ങനെ കയറി പോകണം. എന്നിട്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എങ്ങോട്ടാണ് കയറി പോകുന്നതെന്ന്. ഈ വുഡ് കണ്ടില്ലേ, ഈ വുഡിൻ്റെ ഈ ഏറ്റവും അടിയിലത്തെ ലീവ്സ് കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിയൊരു സ്ലാബ് വെച്ചിട്ടൊരു പ്ലാറ്റ്ഫോം റൗണ്ടിൽ സെറ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെയൊക്കെ ആവുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിന് കുറച്ച് വുഡ് വേണം നമുക്ക്. കുറച്ച് തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്ക് ആ കുറച്ച് വുഡ് എന്തായാലും മൈൻഡ് ചെയ്യാം. നീ ഏതാടി? നീയാണോ നീലക്കുട്ടി? പൊടി. അപ്പോൾ നമുക്ക് നമ്മുടെ വുഡ് മൈൻഡ് ചെയ്ത് നമുക്ക് വേണ്ടത്രയും രാത്രിയാവാനായോ? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഫെയിൻസ് വെച്ചാലും മതി, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഗൈസ് സോമ്പിയുടെ സൗണ്ട് വെക്കണം. അത് കേൾക്കുന്നതേ പേടിയാണ്, സോമ്പിൻ്റെ സൗണ്ട്. ഓക്കെ, വരൂ വുഡേ, വരൂ വേഗം വരൂ. കേറങ്ങോട്ട്. മീനുക്കുട്ടി അവിടെ? മീനുക്കുട്ടിക്ക് പ്രശ്നമുണ്ട് പുറത്ത് നിന്നാ? മീനുക്കുട്ടി അവിടെയുണ്ട്, പുറത്തുണ്ട്. മീനുക്കുട്ടി സേഫാണ് ഗൈസ്, നമുക്ക് അത്ര അറിഞ്ഞാൽ മതി. എൻ്റെ കയ്യിലാണെങ്കിൽ അന്നത്തെ എപ്പിസോഡിന് ശേഷം ഞാനിപ്പോൾ കയറിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബെഡ് പോലും ഇല്ല. അപ്പോൾ എന്തായാലും ഇനി രാവിലെ ആയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഒരു വിധത്തിലാണ് രാവിലെ ആയത്. ഞാൻ അത്രയും നേരം സുധിയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത്. അയ്യോ, അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ഒരു മരം കണ്ടുപിടിച്ച് അതിൻ്റെ മണ്ടയിലാണ് പ്ലാറ്റ്ഫോം വയ്ക്കേണ്ടത്. അപ്പോൾ ഒരു മരം നമുക്കതിന് തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിന് ഞാൻ നോക്കിയിട്ട് ഇവിടെ നല്ലൊരു മരമായി കണ്ടത് ഇവനാണ്. നീ ഏതാ? മീൻകുട്ടിയുടെ കസിനല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം വെട്ടിയ മരം. അത് തന്നെ നമുക്കപ്പോൾ വീടാക്കാം. അപ്പോൾ ഇതിനൊരു ബ്ലോക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും മിക്കവാറും. ഒരു ബ്ലോക്ക് ഇവിടെ. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ കയ്യിലുള്ള വുഡ് ഇങ്ങനെ എടുത്ത് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി വുഡ് വേണം. അപ്പോൾ നമുക്കൊരു MLG ചെയ്യാം. ഇപ്പം MLG ഇത്തിരി പാളിപ്പോയി. MLG ലേശം പാളിപ്പോയി. ഞാൻ പണ്ട് ഇങ്ങനെയല്ല, ഞാൻ MLG കിങ്ങാണ് ഞാൻ സാധാരണ. പിന്നെ ഇപ്പോൾ എന്തോ പറ്റി. MLG കിങ്ങാണ് ഞാൻ, പക്ഷേ അത് പിന്നെ ഇടയ്ക്കൊക്കെ തോറ്റു കൊടുക്കുന്നത് നല്ലതാണ്. ഗൈസ്, നമ്മളിപ്പോൾ പഴയതുമാതിരിയല്ല, നമ്മുടെ കയ്യിൽ കുറച്ച് വൂള് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ബേസിലെടുത്ത് വെച്ചു. ഞാൻ ഇതാക്കിയില്ല, ബെഡാക്കിയിട്ടില്ല. നമുക്കിനി അത് ബെഡാക്കണം. അതിന് മുന്നേ നമ്മൾ ഏത് മരത്തിലായിരുന്നു? ഈ മരമല്ലേ? അപ്പോൾ ഈ മരത്തിൻ്റെ ഇവിടെ ഒന്ന് ഇത്. ഓക്കെ, ഇവിടെ ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ വുഡ് മാക്സിലും മൈൻഡ് ചെയ്യണം. സ്കാഫോൾഡിങ് 18 ഉണ്ടാക്കാൻ പറ്റുമോ? എന്നാൽ കുറച്ച് എൻ്റെ കയ്യിൽ സ്ട്രിങ് തീർന്നില്ല. എനിക്ക് ഇവിടുത്തെ ബാമ്പ് കുറച്ച് ക്ലിയർ ആക്കാം. എത്ര 6 സ്കാഫോൾഡിങ്ങാ? ബാമ്പ് കൊണ്ട് സ്ട്രിങ് ഇല്ല. 24 സ്കാഫോൾഡിങ് ഉള്ളൂ. 24 തന്നെ നമുക്ക് ധാരാളമെന്ന് തോന്നുന്നു ഗൈസ് സ്കാഫോൾഡിങ്. ഇനി ഇതെങ്ങോട്ടേക്കാണ് വെക്കേണ്ടത്? ഇതെവിടെ? ഇനി അപ്പുറത്തല്ല കംപ്ലീറ്റ് ആക്കാനുള്ളത്. അപ്പോൾ അപ്പുറത്തോട്ട് വെച്ചേക്കാം. ഓക്കെ, ഇപ്പം അങ്ങനെ കുറച്ചായി.
ഇനി നമുക്ക് ഒരു MLG ചെയ്ത് താഴോട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ MLG ഗോഡാണ്. ഇതൊക്കെ എനിക്ക് വെറും സാധാരണ കാര്യമാണ്. അതല്ല ഞാൻ ഓവർ റിയാക്ഷൻ ഇടാണ്ട് വോയിസ് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ റിയൽ ലൈഫിലും വലിയ റിയാക്ഷൻ ഇടാമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ അങ്ങനെയൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇതത്ര ആയിട്ടുള്ളൂ അല്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ ഇനി എങ്ങനെ കയറുക? ഇപ്പോഴും ഞാൻ എന്താ കൂട്ടി, ഇനി ഇവിടുത്തെ ഒരു ഇതും കൂടി കൂട്ടിയാൽ മതി. ഇവിടെയാണ് പ്ലാറ്റ്ഫോം. ഇവിടെ ലീവ്സ്. അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാമല്ലേ? ഓക്കെ ഗൈസ്, ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ട്രീസൊക്കെ വെട്ടാം. ഇവിടെ വയ്ക്കാം. പിന്നെ ഗൈസ്, വീടുണ്ടാക്കുന്ന നേരത്ത് ഞാൻ എൻ്റെ മൈൻഡ് വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞാനൊന്നും പറയുകയില്ല. അപ്പോൾ റീപ്ലേ കാണിക്കാമെന്ന് പറഞ്ഞാൽ റീപ്ലേ മോഡ് പറ്റത്തില്ല, കാരണം കമാൻഡൊക്കെ വേണം. ഞാനൊരു പ്രോ അല്ല. എൻ്റെ ക്ലച്ച് കണ്ടോ നിങ്ങൾ? അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് ഇപ്പോൾ ഇത്രയും കണ്ടപ്പോൾ ഒന്നും മനസ്സിലായി കാണില്ല. ഇത് ആദ്യത്തെ മരം. ഇവിടെയാണ് നമ്മുടെ കുറച്ച് വർക്ക് സ്റ്റേഷനൊക്കെ വരുന്നത്. പിന്നെ ആ കാണുന്ന മരം കണ്ടോ, അവിടേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി അവിടെ നെതർ പോർട്ടലും പിന്നെ സ്റ്റോറേജ് റൂമും അവിടെയാണ് വരാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ എൻചാൻറ്റിങ്ങും സാധനം ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബോർ വീഡിയോ എന്ന് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളുടെ ലെറ്റ്സ് പ്ലേൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയാണ് സൗണ്ട് കൊടുക്കുന്നത്. കാരണം ഞാൻ കുറേ നേരം ഇരുന്ന് വീഡിയോ ചെയ്തു, പക്ഷേ അതിൽ ഞാൻ പറഞ്ഞ സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല, ഒരു പിണ്ണാക്കോലും കേട്ടിട്ടില്ല. ഇത് ഞാനിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഗോൾ ലിസ്റ്റൊക്കെ പറയുന്നതാണ് ഞാനിപ്പോൾ ഇതിലിടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഗോൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഡയമണ്ട് കണ്ടുപിടിക്കണം, പിന്നെ ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കണം, പിന്നെ അടുത്ത വില്ലേജ് കണ്ടുപിടിക്കണം, പിന്നെ ഒരു സിമ്പിൾ വീറ്റ് ഫാം ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ വീഡിയോൻ്റെ ഗോൾസ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അതും പറഞ്ഞുകൊണ്ട് താഴെ ഒരു മൈനിങ് ഏരിയ ഒക്കെ ഉണ്ടാക്കി വെച്ചത്. അതായത്
നമ്മുടെ വീടിൻ്റെ താഴത്തേക്ക് ഇറങ്ങുന്ന വഴി നമ്മളിങ്ങനെ പോയിട്ട് നമ്മൾ ആ അപ്പുറത്തേക്ക് നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് പോകുന്ന വഴി അതാണ്. പക്ഷേ നമ്മൾ ഇതിനെ പോയിട്ട് ഇത് കണ്ടോ, ഇതിനെ നമ്മൾ താഴോട്ട് കഴിയാൻ നേരെ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ താഴോട്ടെത്തും. അപ്പോൾ താഴെ ഇങ്ങനെ വെച്ചു. ഓക്കെ, എന്നിട്ട് ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. ഞാനിത് സ്ട്രെയിറ്റ് ഡിഗ് ചെയ്ത് വന്നതാണ്. ഭാഗ്യത്തിന് ലാവയോ കേവിലോ ഒന്നും എത്തിയില്ല. പിന്നെ ഇവിടെയാണ് ആകെ ലാവ ഉണ്ടത്. അങ്ങനെ ഞാൻ വലിയൊരു വീഡിയോ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ കുറച്ച് ലെങ്ത്തിൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ സ്ട്രെയിറ്റിൽ മൈൻ ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ മൈൻ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഡയമണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ വലിയ വീഡിയോ എടുക്കാനാണ് ഇരുന്നത്. ഞാൻ ഓർത്തൊരു 1.5 മണിക്കൂർ കൊണ്ട് എനിക്കൊരു 5 ഡയമണ്ടെങ്കിലും കിട്ടുകയുള്ളൂ എന്ന്. എനിക്ക് അപ്പം തന്നെ ഡയമണ്ട് കിട്ടി. അപ്പോൾ നമ്മൾ വലിയൊരു ഇതായിപ്പോയി ഞാൻ. എന്നിട്ട് ഞാൻ ആ ഡയമണ്ട് എല്ലാം ഫുള്ളും മൈൻ ചെയ്തെടുത്തു. നമുക്ക് വേണ്ടത് 3 ഡയമണ്ട് ആയിരുന്നു ഡയമണ്ടിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കാൻ. പക്ഷേ നമുക്ക് അവിടെ നിന്ന് 4 ഡയമണ്ട് കിട്ടി. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഡയമണ്ട് വെച്ചിട്ട് ഞാനൊരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കി. കാരണം നമുക്കിനി ഒബ്സിഡിയനൊക്കെ മൈൻ ചെയ്ത് അടുത്ത എപ്പിസോഡിൽ ഒരു നെതറിലോട്ടൊക്കെ പോകാനുള്ളതാണ്. എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ അടുത്ത ഗോളിലോട്ട് നീങ്ങി. അപ്പോൾ അടുത്തത് ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം എന്നായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സീഡ് ചങ്ക് ബേസിലിട്ട് നോക്കി. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്, സവാന വില്ലേജ് ഉണ്ടെന്നാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ പോയി. അപ്പോഴത്തേനും ഞാൻ ബെഡ് കൊടുത്തില്ല. അപ്പോഴത്തേനും രാത്രിയായി. ഞാൻ ചെന്നതും അവിടെ കേവിൽ എന്നെ കാത്തൊരുത്തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവനെന്നെ കുറേ ഇതാക്കി. പിന്നെ മേളിൽ കയറ്റി അവൻ ആരോ ഷൂട്ട് ചെയ്ത് നേരെ എന്നെ മേളിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ പെട്ടെന്ന് എത്തി. വീട് കണ്ട് സമാധാനമായെന്ന് പറഞ്ഞ് വന്നപ്പോഴായിരുന്നു 2 പേര് വേറെ എന്നെ വരവേൽക്കാൻ നിൽക്കണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവരെയൊക്കെ വെട്ടിച്ച് ഒരു വിധത്തിൽ എല്ലാത്തിനെയും തള്ളി ഞാൻ വീട്ടിൽ കയറിയിട്ട് കിടന്നുറങ്ങാൻ നോക്കാൻ നേരത്ത് മോൺസ്റ്റർ നിയർ ബൈ. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ നേരെ വിളിപ്പിച്ചു. എന്നിട്ട് ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ വില്ലേജിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇതൊരു സവാന വില്ലേജ് ആണല്ലോ. അങ്ങനെ ഞാൻ എക്സ്പ്ലോർ ചെയ്തു. എക്സ്പ്ലോറിങ്ങിൻ്റെ കൂടെ തന്നെ അവിടുത്തെ നാട്ടുകാരുടെ ഫുൾ സാധനങ്ങളും അടിച്ചു പറ്റി. പിന്നെ നമ്മുടെ സവാന വില്ലേജിൻ്റെ അടുത്ത് തന്നെ റെയറസ്റ്റ് ഭയമായ നമ്മുടെ മാംഗ്രോവും ഉണ്ട്. അങ്ങനെ ഞാനൊരു വീട്ടിൽ കയറിയപ്പോഴായിരുന്നു അവിടെ സാഡൽ. പിന്നെ പറയണ്ടല്ലോ, സാഡൽ കൊടുത്തിട്ട് നേരെ ഞാൻ നമ്മുടെ ബേസിലേക്ക് വിട്ടു. പിന്നെ ഗൈസ് ഇത് ഫുള്ളൊരു ഗ്ലിച്ചടിച്ചൊരു വില്ലേജ് മാതിരിയാണ് എനിക്ക് തോന്നിയത്. കാരണം വീറ്റൊക്കെ എവിടെ നട്ടിരിക്കുന്നതെന്ന് കണ്ടില്ല. സാധാരണ ഇങ്ങനെ അല്ലല്ലോ വീറ്റ് നടാറ്. എനിക്കറിയില്ല ഗൈസ്, ഇങ്ങനെയാണോ സവാന വില്ലേജിൽ നിന്നൊന്നും അറിയില്ല. അങ്ങനെ ഇവിടുത്തെ വീറ്റെല്ലാം ഞാൻ പൊക്കി പറക്കി എടുത്തു. കാരണം നമുക്ക് വീറ്റ് ഫാം ഉണ്ടാക്കാനുള്ളതാണല്ലോ. അത് വലിയൊരു മാംഗ്രോവാണ്. പിന്നെ നിങ്ങൾ ആ സൈഡിൽ കാണും, വലിയതെന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു മാംഗ്രോവാണ്. പക്ഷേ ഗൈസ് ഞാനങ്ങനെ വന്നപ്പോൾ എനിക്ക് പിന്നെ ഒരു പണി കിട്ടി. കാരണം കോർഡിനേറ്റ്സൊക്കെ ചെറുതായിട്ട് നോക്കാൻ എനിക്കറിയുള്ളൂ. അങ്ങനെ ഞാൻ കാട്ടിൻ്റെ ഒരു നടുക്കിൽ പെട്ടുപോയി. അപ്പോൾ എങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്ന് ഒരു പിടിയില്ല. ഞാനങ്ങനെ കുറേ ഫ്രണ്ടിലോട്ട് കിടന്നു. പക്ഷേ കുറേ ഐലൻഡൊക്കെ കണ്ടു. പക്ഷേ ഈ ഐലൻഡൊന്നും നമ്മുടെ ഐലൻഡ് അല്ലടോ. നമ്മുടെ ഐലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാംബൂസും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒന്ന് മറ്റേ കല്ലെടുത്ത് വെള്ളമൊക്കെ എറിഞ്ഞാൽ വീഴുന്നത് ബാംബുവിൻ്റെ വെള്ളമായിരിക്കും. അങ്ങനത്തെ ഐലൻഡാണ്. പക്ഷേ ഞാൻ ഒരൊറ്റ ബാംബു പോലും അവിടെ കണ്ടില്ല. അങ്ങനെ ഞാൻ പിന്നെയും കുറേ നടന്ന് എന്നിട്ട് ഞാൻ അവസാനം തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് ഞാൻ അവിടെ ഫുള്ളും വീടിൻ്റെ അവിടെ ഫുള്ളും ബാംബു ആയത് കാരണം ഞാൻ നേരെ ഇവിടെ നമ്മുടെ ഇത് പ്ലേസ് ചെയ്തു. നമ്മുടെ ഡേർട്ട് വെച്ചു. എന്നിട്ട് ഞാൻ ഒരു ചെറിയ പ്ലാറ്റ്ഫോം മാതിരി ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ അത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ മറ്റേ സ്റ്റോണിൻ്റെ ഹോയാണ് ഉണ്ടാക്കിയത്. കാരണം അയണ്ട ഹോയിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് ഒരു ഡേട്ടും കൂടി വെച്ച് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റോണിൻ്റെ ഹോ വെച്ച് ഇത് ഫുള്ളാക്കി. അപ്പോൾ തന്നെ അത് ഫാം ലാൻഡായി. ഓക്കെ, വെള്ളം അടുത്തുള്ളത് കാരണം അങ്ങനെ ഫാം ലാൻഡ് ആയതിനു ശേഷം എൻ്റെ 64 സീഡ് ഉണ്ടായിരുന്നു. ബാക്കി എൻ്റെ ഇത് ഫുള്ളും നട്ട് കഴിഞ്ഞ് 24 സീഡ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഔട്ട്രോ പറഞ്ഞു പോയി കിടന്നുറങ്ങി.